അനുതാപം ഇല്ലാത്ത ഹൃദയം ദൈവത്തിൽ നിന്നും അകലുമ്പോൾ അനുതപിക്കുന്ന ഹൃദയം ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നു എന്നാണ് നാം സ്ഥിരം കാണുന്നത്. ഇന്ന് അതുതന്നെ നമുക്ക് ചിന്തിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തതും പശ്ചാത്തപിച്ച് യഥാസ്ഥാനപ്പെടുന്നതും നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യരുടെ പാപം പിടിക്കപ്പെടുമ്പോൾ ഒരു ക്ഷമാപണം നടത്തിയാൽ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നത്ര മനുഷ്യർ ചിന്തിക്കുന്നത്. ആ ചിന്ത ശരിയല്ല. പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഒരു നീണ്ട ന്യായീകരണവുമായി വരും. എൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയില്ല, എൻ്റെ വീട്ടിൽ ഒരു രക്ഷയുമില്ല, അങ്ങ് ചെയ്തു പോയി എന്നൊക്കെ പറയും. ദാവീദ് പിടിക്കപ്പെട്ടതുപോലെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പലരും പറയും, ഞാൻ ചെയ്തത് കാണുവാൻ ദൈവം എൻ്റെ കണ്ണിപ്പോൾ തുറന്നു, ഇപ്പോൾ ദൈവം എനിക്കതിൽ വിജയവും തന്നു. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയാമോ? എങ്ങനെങ്കിലും പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പരിശ്രമമാണ്. അനുതാപം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നാം ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. അതത്രേ 51-ാം സങ്കീർത്തനം, വളരെ സുപരിചിതമായ സങ്കീർത്തനമാണല്ലോ. 51-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ദാവീദ് താൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏൽക്കുവാൻ തയ്യാറായി. അത് അവൻ്റെ അനുതാപത്തിൻ്റെ ആഴം കാണിക്കുന്നതാണ്. ഇന്നും അടുത്ത ക്ലാസ്സിലും നാം 51-ാം സങ്കീർത്തനമാണ് പഠിക്കുവാൻ പോകുന്നത്. വളരെ പരിചിതമായ ഈ സങ്കീർത്തനം എടുത്താട്ടെ. 51-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആ ഭാഗം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 51-ാം സങ്കീർത്തനം. ദാവീദിന്റെ അനുതാപത്തിന്റെ മഹത്തായ സങ്കീർത്തനമാകുന്നു 51-ാം സങ്കീർത്തനം. ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളുടെയും മുകളിൽ എഴുതിയിട്ടുള്ള വിവരണം വാസ്തവത്തിൽ ദൈവപ്രേരിതമായ വചനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനം മനസ്സിലാക്കുവാൻ പശ്ചാത്തലം അറിയേണ്ടത് ആവശ്യവുമാണ്. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് തലക്കെട്ടിൽ നാം വായിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിലെ ആ വലിയ കറയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാവീദിൻ്റെ പാപത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം. ദൈവത്തിൻ്റെ 2 കൽപ്പനകൾ ദാവീദ് ലംഘിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. 7-ാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് അവൻ ലംഘിച്ചു. അവൻ ബത്ശേബയുമായി വ്യഭിചാരം ചെയ്തു. കുല ചെയ്യരുത് എന്ന 6-ാമത്തെ കൽപ്പനയും ദാവീദ് ലംഘിച്ചു. പരോക്ഷമായിട്ടാണ് ദാവീദ് അത് ചെയ്തത്. യുദ്ധരംഗത്ത് ബത്ശേബയുടെ ഭർത്താവായ ഊരിയാവ് കൊല്ലപ്പെടത്തക്ക വിധത്തിൽ മുൻനിരയിൽ നിർത്തുവാൻ ദാവീദ് ക്രമീകരണം ചെയ്തു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹീനമായ ഒരു കൃത്യമായിരുന്നു. കാരണം ഊരിയാവ് ദാവീദിൻ്റെ വളരെ വിശ്വസ്തനായ ഒരു അനുയായിയും ശക്തനായ പടയാളിയുമായിരുന്നു. അല്ലാത്ത പക്ഷം ദാവീദിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് പോകുമായിരുന്നില്ലല്ലോ. ഈ നിന്ദ്യമായ സംഭവത്തിന് ശേഷം ദാവീദ് ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞുമില്ല. മിസ്രൈമിലും ബാബിലോണിലും ഫലസ്തീൻ ദേശത്തും ഏദോമിലും മോവാബിലും അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ 2 കാര്യങ്ങളും സാധാരണ കാര്യങ്ങളായിട്ടേ പരിഗണിക്കുമായിരുന്നുള്ളൂ. ദാവീദ് ചെയ്തത് അവിടെല്ലാം സാധാരണ സംഭവങ്ങളും ഒരു രാജാവിന് ചെയ്യുവാൻ അവകാശപ്പെട്ടതായി അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളും മാത്രമായിരുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. വളഞ്ഞ കുറേ കമ്പുകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടിയാൽ, അങ്ങനെ കെട്ടിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവ അന്യോന്യം വളവ് തീർത്ത് നേരെ ഇരിക്കുന്നത് പോലെ തോന്നും, ഇല്ലേ? നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഓരോന്നെടുത്തെന്നാൽ വളഞ്ഞു പുളഞ്ഞിരിക്കും, എന്നാൽ ഒരുമിച്ച് ചേർത്താൽ വളവറിയില്ല. ഇവിടെ ദാവീദിൻ്റെ സമയത്ത് രാജാക്കന്മാർ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെ അത്ര മോശപ്പെട്ട ഒരു കാര്യമായി ആരും അന്ന് ചിന്തിച്ചില്ല. ഇന്നും അങ്ങനെയാണല്ലോ.
എന്നാൽ അത് തെറ്റാകുന്നു എന്ന് ദൈവം പറഞ്ഞത്രയും തന്നെ മോശമാകുന്നു അത്. പുറമേ നോക്കിയെന്നാൽ ദാവീദ് അത് ചെയ്തിട്ടും രക്ഷപ്പെട്ടു എന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം, ദാവീദ് ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. അവന് ഈ പാപത്തെ കൈകാര്യം ചെയ്യാതെ മുൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല എന്നത് തീർച്ചയാണ്. അവൻ മിണ്ടാതിരുന്ന ഇടവേളയിൽ അവന് വളരെയധികം കഷ്ടവും ദുരിതവും അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അവൻ ആകെ തകർന്നവനായി. അവൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയ ആ ചിന്താഗതി, അന്നവൻ അനുഭവിച്ച വ്യഥ 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അവൻ്റെ കൊട്ടാരത്തിൽ ദാവീദ് വളരെയധികം അസ്വസ്ഥനും ആകുല ചിന്തയുള്ളവനുമായി തീർന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുഴപ്പമില്ല, ആര് ചോദിക്കാനാണ്? എന്നാൽ ഉള്ളിൽ എപ്പോഴും തന്നെ കുത്തിക്കൊണ്ടിരുന്നതായ ഒരു പ്രശ്നം. നാം വായിക്കുന്നത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭീകരതയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ഇടക്കാലത്ത് ദാവീദിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് ദൈവം അയക്കുന്നു. ദാവീദിനോട് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നാഥാൻ തൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതായി നാം കാണുന്നത്. ഞാൻ ആ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെവിടെ ആകുന്നു നിങ്ങൾക്കറിയാം. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ കഥ നിങ്ങൾക്കറിയാമല്ലോ. അതിനെ തുടർന്ന് വേദപുസ്തകത്തിലെ ഏറ്റവും നാടകീയമായ ഒരു രംഗം നാം കാണുന്നു. നാഥാൻ പ്രവാചകൻ തിരുവചനത്തിലെ ഏറ്റവും ധൈര്യശാലികളായ മനുഷ്യരിൽ ഒരാളായി അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിൻ്റെ നേരെ തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ തന്നെയാണ് ആ മനുഷ്യനെന്ന് പറഞ്ഞു. നാഥാൻ അപ്രകാരം തന്നോട് പറഞ്ഞപ്പോൾ 3 പോംവഴികൾ ദാവീദിന് മുമ്പിലുണ്ടായിരുന്നു. 3 വിധത്തിൽ അവന് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. ഒന്ന്, ആ കുറ്റം ദാവീദിന് തള്ളിപ്പറയാമായിരുന്നു. നാഥാൻ പറയുന്നത് ശരിയല്ലെന്നും തന്നെ അവഹേളിക്കുന്നതിന് നാഥാൻ ശ്രമിക്കുകയാണെന്നും ദാവീദിന് പറയാമായിരുന്നു. അവനങ്ങനെ പറഞ്ഞാൽ ആരുണ്ട് അവനെ ചോദ്യം ചെയ്യാൻ? രണ്ടാമതായി, തൻ്റെ ചെങ്കോൽ നാഥാൻ്റെ നേരെ അവന് ചൂണ്ടാമായിരുന്നു. ഒരു വാക്കും പറയാതെ തന്നെ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ തന്നോടൊപ്പം നിൽക്കുന്ന അംഗരക്ഷകന്മാർ കാര്യം മനസ്സിലാക്കുകയും നാഥാനെ കൊണ്ടുപോയി കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. ദാവീദിന് യാതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി, വേറൊരു വഴി കൂടി ദാവീദിന് മുമ്പിൽ തുറന്നു കിടന്നിരുന്നു. അത് കുറ്റം സമ്മതിക്കുക എന്നതായിരുന്നു. ആ മാർഗമാണ് ദാവീദ് അവലംബിച്ചത്. ദാവീദ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. ദാവീദ് വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലായിരുന്നു എന്നോർക്കണം. അവൻ രാജാവായിരുന്നു. അന്നത്തെ അറിയപ്പെട്ട രാജാവ്. രാജാവിന് തെറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ സമീപിച്ചുകൂടാതെ വണ്ണം ഉന്നത സ്ഥാനത്തായിരുന്നു. ആരും രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടുമായിരുന്നില്ല. എന്നാൽ നാഥാൻ അപ്രകാരം ചെയ്തു. ദാവീദ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. നാഥാൻ ദാവീദിനോട് ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചതായി 10 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതും നിങ്ങൾ തന്നെ വായിക്കണമേ. ഇതാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. അതിനുശേഷം ദാവീദ് തൻ്റെ രഹസ്യ അറയിൽ കടന്ന് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിധം പാപം ഏറ്റുപറഞ്ഞു. ശ്രേഷ്ഠരായ എല്ലാ ദൈവമക്കളും ദൈവം മുൻപാകെ തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. വിശുദ്ധ അഗസ്തിനോസ് തൻ്റെ അനുതാപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഴുതപ്പെട്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രദ്ധേയമായ അനുതാപമാണ് 51-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഒന്നാമതായി, മനസാക്ഷിയുടെ നിലവിളിയും പാപബോധവും, ആദ്യത്തെ 3 വാക്യങ്ങൾ. 2, പാപം ഏറ്റുപറയുന്നതിൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ മനസ്സലിവും, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിലത്തെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നിലവിളിയും കൂട്ടായ്മയുമാകുന്നു നാം കാണുന്നത്.
ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പാപം എല്ലായ്പ്പോഴും കുഴപ്പം പിടിച്ചതാണ്. അതൊരിക്കലും നിസ്സാരമായി നാം തള്ളിക്കളയരുത്. തൻ്റെ പാപത്തെ വിവരിക്കുന്നതിനായി ദാവീദ് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവചനത്തിൽ ദൈവം പാപത്തെ വിശദീകരിക്കാൻ കൂടുതൽ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പാപം കുഴപ്പം പിടിച്ച കാര്യമാണ്. നന്മയാണ് ലളിതം. അതെ, ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒരു വളഞ്ഞ വടി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കുമോ അത് എപ്രകാരമാണ് വളഞ്ഞിരിക്കുന്നത് എന്ന്? വാസ്തവത്തിൽ അത് എപ്രകാരം ആയിരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചെന്ന് വരികയില്ല. കാരണം ഒരു 1000-ലധികം രീതിയിൽ അതിന് വളഞ്ഞിരിക്കാൻ കഴിയും. എന്നാൽ ഞാനൊരു സ്കെയിൽ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു അത് എപ്രകാരമായിരിക്കും ഇരിക്കുന്നതെന്നില്ലേ? എല്ലാവരും ഒരേ വിധത്തിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഒന്നിലധികം വിധത്തിൽ നേരെ ആയിരിക്കാൻ കഴിയുകയില്ല. നോക്കണേ, പാപം കുഴപ്പം പിടിച്ചതാണ്. നന്മയാണ് നേരെയുള്ളതും ലളിതവും. ദാവീദ് ഒന്നാമതായി തൻ്റെ പാപങ്ങളെ ലംഘനങ്ങൾ എന്ന് വിളിക്കുന്നു. ദൈവം വച്ചിരിക്കുന്ന അതിരുകൾ മറികടക്കുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ദൈവം ചില ഭൗതിക നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ചില ധാർമ്മിക നിയമങ്ങളും ദൈവത്തിനുണ്ട്. ദൈവത്തിന് ചില ആത്മീയ നിയമങ്ങളുമുണ്ട്. ഇവയിലേതെങ്കിലും നാം മറികടക്കുവാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ അവന് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായി വരും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. 2-ാം വാക്യത്തിൽ ദാവീദ് പാപത്തെ അകൃത്യം എന്ന് വിളിച്ചിരിക്കുന്നതായി കാണുന്നു. പൂർണ്ണമായും തെറ്റായതെന്തോ അതാണ് അകൃത്യം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുവാൻ കഴിയുകയില്ല. യാതൊരു ഉപാധിയുമില്ല. ക്ഷമാപണം ചെയ്യുവാൻ കഴിയാത്തതാണത്. ഒരിക്കലും നിങ്ങൾക്ക് അതിനെ അനുവദിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് അകൃത്യം. 2ഉം 3ഉം വാക്യങ്ങളിൽ പാപം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പാപയാഗം എന്നാണ്. 4-ാം വാക്യത്തിൽ പാപം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ ഹമാറ്റിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നത്രേ. അത്ര മാത്രം. ലക്ഷ്യം തെറ്റുക എന്നത് തന്നെ നാം ദൈവത്തിൻ്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നാണ്. അതെ, ആ അർത്ഥത്തിലാണ് ഇന്ന് നാം എല്ലാവരും പാപികളായിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ ദൈവത്തിൻ്റെ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യത്തിൽ നിനക്കനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നത്രേ. ഇക്കാലത്തെ എല്ലാ അധർമ്മവും അനുവദിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അതെ, എന്നാൽ ദൈവവചനം ഇന്നും എന്താകുന്നു തെറ്റ്, എന്താകുന്നു ശരിയായിട്ടുള്ളത്, എന്താകുന്നു ചെയ്യേണ്ട കാര്യം എന്ന് വ്യക്തമായി പറയുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത തെറ്റായ കാര്യമാണ് ദുഷ്ടത. താൻ തെറ്റാണ് ചെയ്തത് എന്ന് പറയുന്നതിന് വേണ്ടി ദാവീദ്
ഈ വാക്ക്, അതായത് അനിഷ്ടമായത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. താൻ ചെയ്തത് തെറ്റാണെന്ന് ദാവീദ് സമ്മതിക്കുന്നു. പാപത്തെക്കുറിച്ച് ആഴമായ കുറ്റബോധം ഉണ്ടായി എന്നതാണ് ദാവീദിൻ്റെ അനുഭവം. അത് അവന് തൻ്റെ പാപത്തെ വെറുക്കുവാനുള്ള ഒരു അവസരം നൽകി. താൻ അത് ചെയ്തതുകൊണ്ട് ദാവീദ് തന്നെയും വെറുക്കുകയാണ് ചെയ്തത്. എല്ലാ വിധത്തിലും താനൊരു ദുഷിച്ച വ്യക്തിയായി ദാവീദിന് തോന്നി. അവൻ്റെ മനസാക്ഷി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അതെ, ഒരു വലിയ പർവ്വതം പോലെ തൻ്റെ കുറ്റം വലുതാകുന്നു എന്ന ചിന്തയായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. അവൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസാക്ഷി അവൻ്റെ നേരെ അവനെ കുറ്റപ്പെടുത്തലിൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നു. ദാവീദേ, നീ കുറ്റക്കാരനാകുന്നു എന്ന് അവൻ്റെ മനസാക്ഷി അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മനസാക്ഷി ഒരു നല്ല വഴികാട്ടിയല്ലല്ലോ എന്ന് ചിലർ പറയാനിടയുണ്ട്. അത് ശരി തന്നെയാണ്. എന്നാൽ മനസാക്ഷി ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറയുകയല്ല മനസാക്ഷിയുടെ പ്രവർത്തനം. മനസാക്ഷിയുടെ ജോലി നാം ശരിയോ തെറ്റോ എന്ന് പറയുകയാണ്. ശരി എന്താണ്, തെറ്റ് എന്താണ് എന്ന് മനസാക്ഷി പറയുന്നില്ല. പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. 29-ാം വാക്യത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു: മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. പൗലോസ് പറയുന്നത് ഇതാണ്: ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നീ മാംസം ഭക്ഷിച്ചാലും നീ മാംസം ഭക്ഷിച്ചില്ലെങ്കിലും ഒരു വ്യത്യാസവുമില്ല. എന്നാൽ നീ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മാംസം വിളമ്പിയാൽ അത് എവിടെ നിന്ന് വാങ്ങിയതാകുന്നു എന്ന് നീ അന്വേഷിക്കരുത്. ഒരുപക്ഷെ അത് ക്ഷേത്ര പരിസരത്തിൽ നിന്നും വാങ്ങിയതാകാം. അത് നീ അറിയുന്നുവെങ്കിൽ അത് തിന്നുമ്പോൾ നീ തെറ്റ് ചെയ്യുകയാകുന്നു എന്ന് നിൻ്റെ മനസാക്ഷി നിന്നോട് പറയും. എന്നാൽ നിനക്ക് അറിയുകയില്ലെങ്കിൽ, നിന്നെ ക്ഷണിച്ച വ്യക്തി നിന്നോട് പറയുന്നില്ലെങ്കിൽ, അത് തിന്നുന്നത് നിനക്ക് തെറ്റായിരിക്കുകയില്ല. അപ്പോൾ മനസാക്ഷി എന്താകുന്നു തെറ്റ് എന്ന് പറയുന്നില്ല, നേരെ മറിച്ച് ഈ കാര്യം തെറ്റാകുന്നു എന്ന് പറയുകയാണ്. ഇല്ലേ? തങ്ങളുടെ മനസ്സാക്ഷി ലംഘിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അപകടകരമായ കാര്യമാണ്. തങ്ങളുടെ മനസ്സാക്ഷിക്ക് എതിരായി പോകുന്നത് അപകടകരമാണ്. ദാവീദിൻ്റെ മനസാക്ഷി അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ മനസാക്ഷിയുടെ നിലവിളി പാപത്തെക്കുറിച്ചുള്ള ബോധമായിരുന്നു. അവൻ തെറ്റുകാരനായിരുന്നു. അതിന് യാതൊരു വിശദീകരണവും നൽകുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കൂ, 3-ാം വാക്യം: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. താൻ തെറ്റുകാരനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഏറ്റുപറച്ചിലിൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ മനസ്സലിയുമാണ് അടുത്ത ഭാഗത്ത് നാം കാണുന്നത്. 4-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ദാവീദ് ഈ പ്രസ്താവന ചെയ്തതുകൊണ്ട് അവൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിനെതിരായുള്ള പാപമാകുന്നു എന്ന് ദാവീദ് പറയേണ്ടിയിരുന്നില്ല എന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്. അത് ബത്സബയ്ക്കെതിരായ പാപമായിരുന്നു എന്നാണ് ദാവീദ് പറയേണ്ടിയിരുന്നത് എന്നാണ് ചിലരുടെ അഭിപ്രായം. അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിശ്ചയമായും അത് ബത്സബയ്ക്കെതിരായ ഒരു പാപമായിരുന്നു. അത് തൻ്റെ കുടുംബത്തിനെതിരായ പാപവുമായിരുന്നു. കാരണം ആ സമയം ദാവീദിന് ഒരു കുടുംബമുണ്ടായിരുന്നു. അത് അവർക്കെതിരായ പാപമായിരുന്നു. ദാവീദ് അപ്രകാരം പറയണമായിരുന്നു എന്നും വിമർശകർ പറയുന്നുണ്ട്. അത് സമൂഹത്തിനും പ്രത്യേകിച്ച് യെരൂശലേമിനുമെതിരായ പാപമായിരുന്നു എന്നും പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ താൻ രാജാവായിരുന്ന ജനങ്ങൾക്കെതിരെയുള്ള പാപമായിരുന്നു അത്. അവൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ പ്രിയരെ, അന്തിമമായി നാം അപഗ്രഥിച്ചു നോക്കിയാൽ പാപം എല്ലായ്പ്പോഴും ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. പാപം എല്ലായ്പ്പോഴും ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. ബത്സബ പോയി, അവളുടെ കുടുംബം എവിടെയാകുന്നു എന്ന് നമുക്കറിയില്ല. അന്നത്തെ സമൂഹവും നമുക്കറിയില്ല. അത് അപ്രത്യക്ഷമായി. വാസ്തവത്തിൽ ജനങ്ങളിപ്പോൾ ദാവീദിൻ്റെ വംശക്കാരാൽ ഭരിക്കപ്പെടുന്നുമില്ല. എന്നാൽ ആ പാപം ഇന്ന് ദൈവവചനത്തിനും ദൈവത്തിനും എതിരായി നിലനിൽക്കുന്നു.
ചരിത്രപരമായി സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും നമുക്ക് നോക്കാം. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ദൈവം ദാവീദിനോട് ഇപ്രകാരമാണ് പറഞ്ഞത്: നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊര്യാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. 2 ശമൂവേൽ 12:10 ഞാൻ വായിച്ചത്. 2 ശമൂവേൽ 12:13-14 നാം വായിക്കുമ്പോൾ അവിടെ ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. നോക്കണേ, വർഷങ്ങളായി വിമർശകർ ദൈവവചനത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നു എന്നാണോ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, ദാവീദേ, ശത്രുക്കൾക്ക് പരിഹസിക്കുവാൻ നീ ഒരു അവസരം കൊടുത്തു എന്ന് ദൈവം അവനോട് പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞു മരിച്ചു പോകും, വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയുമില്ല. അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. അവൻ്റെ അവസാന ദിവസം വരെ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. ഇത് ഒരു ശരിയായ വാർത്ത അല്ലെങ്കിൽ നല്ല വാർത്തയല്ല പലർക്കും. എന്നാൽ ഇതല്ലേ യാഥാർത്ഥ്യം? അവൻ്റെ കുഞ്ഞു മരിച്ചു എന്ന് മാത്രമല്ല, താൻ ആഗ്രഹിച്ചിരുന്ന, താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻ, അതെ, തൻ്റെ പിൻഗാമിയായി തീരണം എന്ന് അവൻ കൊതിച്ചിരുന്ന മകനും മരിച്ചു. തൻ്റെ മകനായ അബ്ശാലോം യുദ്ധത്തിൽ മരിച്ചു എന്ന ആ വാർത്ത ദാവീദ് കേട്ടപ്പോൾ അവൻ നടുങ്ങി. പടിപ്പുരം മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു എന്ന് നാം വായിക്കുന്നു. അതെ, അബ്ശാലോം ജീവിച്ചിരിക്കണമെന്നായിരുന്നു ദാവീദിൻ്റെ ആഗ്രഹം. എന്നാൽ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ വില കൊടുക്കേണ്ടതായി വന്നു. ഈ പാപം ഒരു പാപത്തിൻ്റെ പ്രമാണത്തിലേക്ക്, അതെ, സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ദാവീദ് വ്യക്തമാക്കുന്നു. 5-ാം വാക്യം: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദാവീദും നമ്മെ എല്ലാവരെയും പോലെ തന്നെ പാപ സ്വഭാവത്തോടു കൂടിയാണ് ലോകത്തിലേക്ക് വന്നത്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വിശ്വാസികളോട് പൗലോസ് ഇപ്രകാരം പറയുന്നു. അതെ, ഗലാത്യലേഖനം 6:1: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അഥവാ ഒരു വിശ്വാസി വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. സഭാപ്രസംഗി 7:20 നാം വായിക്കുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്നാണ്. സദൃശവാക്യങ്ങൾ 30:12 നാം വായിക്കുന്നത്, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായി ഒരു തലമുറ. തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ അവർ പാപത്തോടുള്ള പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരാകുന്നു എന്ന് ഞാൻ പറയട്ടെ. തങ്ങൾ ദൈവദൃഷ്ടിയിൽ പാപികളാകുന്നു എന്ന വാസ്തവം മനസ്സിലാക്കാതെ സമാധാനത്തോടെ നമ്മുടെ പള്ളികളിൽ തണുത്ത് മരവിച്ചിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ശുദ്ധീകരണവും ആവശ്യമായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ദാവീദ് ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചു, അതിലേക്ക് കടക്കുന്നു. തനിക്കൊരു പാപ സ്വഭാവമാകുന്നു ഉള്ളതെന്ന് ദാവീദ് ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു. ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ തുടരുന്നു. 6-ാം വാക്യം, 51-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പുറമേ നീ എങ്ങനെയായിരിക്കുന്നു എന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു താല്പര്യവുമില്ല. നീ ഏതെങ്കിലും നല്ല ഒരു ഇടവകയിലെ അംഗമാണോ, വലിയ കുടുംബത്തിൽ ജനിച്ചതാണോ, സ്നാനപ്പെട്ടതാണോ, നീ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടോ? ദൈവം ഈ കാര്യങ്ങളിലൊന്നുമല്ല തൽപരനായിരിക്കുന്നത്. ഇതൊക്കെ പുറമേയുള്ള കാര്യമാണ്. അപ്പോഴും താങ്കൾ നഷ്ടപ്പെട്ടവനായി കഴിയാവുന്നതാണ്. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം മനുഷ്യരിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ദാവീദ് പറയുന്നു.
7-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവവചനത്തിലെ ശ്രേഷ്ഠമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. ദാവീദ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് അവൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയത് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നുവെങ്കിൽ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. അതല്ല കാരണം. ചരിത്ര സംഭവത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവമാണ് മുൻകൈ എടുത്തത്. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ചു. നാഥാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ദാവീദ് പിന്നെയും അവിടെ മിണ്ടാതെ കഴിഞ്ഞുകൂടുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവൻ അപ്രകാരം അധിക നാൾ ഇരിക്കുവാൻ കഴിയുമായിരുന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ ദാവീദ് ഈ കാര്യത്തിൽ യാതൊരു മുൻകൈയും എടുത്തില്ല. മുന്നോട്ടിറങ്ങിയത് ദൈവം തന്നെയാണ്. എങ്ങനെയാണ് ദാവീദിന് പാപം ക്ഷമിച്ചു കൊടുപ്പാൻ ദൈവത്തിന് കഴിഞ്ഞത്? കാരണം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അതിൽ കൂടുതൽ അത് പോകുകയില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. തീർച്ചയായും അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു മനുഷ്യന് കാണുവാൻ കഴിയുന്നത് അത്രമാത്രമാണില്ലേ? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മാത്രം. തൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം ഒരു മനുഷ്യൻ അത്രത്തോളം കാണുവാൻ കഴിയും. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാകുന്നു എന്ന്, ദയ കാണിക്കുന്നവനാകുന്നു എന്ന്. അതിനുശേഷം നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറയുന്നു, കുറ്റമുള്ളവനെ താൻ വെറുതെ വിടുകയില്ല എന്ന്. ഇത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണെന്ന് തോന്നാം. ദാവീദ് പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കാം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവത്താൽ കഴുകപ്പെടുവാൻ ആവശ്യം ആത്മാർത്ഥമായ അനുതാപമാകുന്നു. പാപത്തെ വെള്ളപൂശി എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ മാർഗമല്ല. പാപം ചെയ്യാത്ത ആരുമില്ല. എന്നാൽ പാപം ചെയ്തിട്ട് അനുതപിക്കുന്നവരാണ് വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ. പാപത്തിൽ വീണുപോയാൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് ചെന്ന്, കർത്താവേ, നീ ആഗ്രഹിക്കുന്നതെന്തോ അതായിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സമർപ്പിക്കുന്നതാണ്. ഈ 51-ാം സങ്കീർത്തനം എത്രയോ ആഴമായ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഈ സങ്കീർത്തനം പഠിക്കണം. ആ ഭാഗം നിങ്ങൾ വായിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.